ഷോപ്പിംഗ് വീഡിയോയുമായിട്ടാണ്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. എങ്കിലും മാളിൽ പോയപ്പോൾ ഞാൻ ഹോം സെൻറ്ററിൽ കയറിയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. മാത്രമല്ല ഇപ്പം കുറേ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട്. അപ്പം അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ ചിലപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ ഓർത്തിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ എപ്പോൾ മാളിൽ പോയാലും ഞാൻ ആദ്യം കയറുന്ന ഒരു ഷോപ്പാണ് ഹോം സെൻറ്റർ. കാരണം അവിടെ നിന്ന് ഒന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും അവിടെയൊക്കെ ഒന്ന് കണ്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാൻ ആദ്യം പോയത് ഈ കിച്ചൺ വെയർ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ പല ഓഫറിലുള്ള പാനുകളും അതുപോലെ തന്നെ കേക്കിൻ്റെ പാന്, മഫിൻ പാന്, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഗ്രിൽ പാൻ വാങ്ങണമെന്ന് ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഏരിയയിലോട്ട് വന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മുടെ വെജിറ്റബിൾ പീലർ, അതുപോലെ തന്നെ ലെമൺ പ്രസ്, നമ്മുടെ ടീ ഇൻഫ്യൂസർ, സ്പാച്ചുല, അതുപോലുള്ള ഐറ്റംസ്, ഇപ്പം കിച്ചൺ സിസേഴ്സ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ്. പല റേഞ്ചിലുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗ്രിൽ പാൻ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം പല സൈസിലുള്ള പാനുണ്ട്. ഇപ്പം ഈ കാണുന്നത് ഒരു 1599 റേഞ്ചിലുള്ളതാണ്. പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കളറിലുള്ള പാന് എന്താണെങ്കിലും പല കളറിലുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലേഡീസിന് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ് ഇവിടെ. ഞാൻ അതിപ്പോൾ ഇങ്ങനെ എല്ലാം കണ്ട് നടന്ന് അതിൻ്റെ പ്രൈസും ഒക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം എൻജോയ് ചെയ്തിങ്ങനെ നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, പല ഷേപ്പിലുള്ളത്, പല ക്വാണ്ടിറ്റിയിലുള്ളത് നമുക്കിവിടെ അവൈലബിൾ ആണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങി വെച്ചാൽ കിച്ചണിൽ നല്ലൊരു ലുക്കായിരിക്കും അല്ലേ. അപ്പം പല റേഞ്ചിലുള്ളതുണ്ട് കേട്ടോ, സെറ്റായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിലത്തെ ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതിന് മുമ്പ് ഞാൻ പോയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ജാറൊക്കെ ആണെങ്കിലും 40% ഓഫ് വരുന്നുണ്ട്. 30%, 40% അതുപോലെ ഓഫ് വരുന്നിട്ടുള്ള ജാർസാണ്. സെറ്റ് ഓഫ് 3 ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി കളേഴ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളത്, പിന്നെ കട്ട്ലറി ട്രേ അതുപോലുള്ള പല ഐറ്റംസും ഇവിടെ ഇരിപ്പുണ്ട്.
ടിഫിൻ ബോക്സ് അതുപോലുള്ള പല കണ്ടെയ്നേഴ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ 70% ഓഫിലുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം നല്ല ഓഫറായിട്ട് എനിക്ക് തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. അല്ലെങ്കിൽ ഇതിന് നല്ല റേഞ്ചാണ്. ഇപ്പോൾ ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ സെറ്റായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ കുക്ക് വെയർ സെറ്റിൻ്റെ ഒക്കെ കളർ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ആർക്ക് കണ്ടാലും ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാൻ തോന്നും. അതുപോലത്തെ നല്ല അടിപൊളി കളേഴ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഏതെങ്കിലും ഒരു കളർ തീമിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ടിഷ്യൂസ് ഹോൾഡർ, അതുപോലെ തന്നെ ഓർഗനൈസർ റാക്ക്, അതുപോലുള്ള പല ഐറ്റംസും ഈ ഏരിയയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും പല റേഞ്ചിലുള്ളതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഓയിൽ കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതും പല പല കളറിലുള്ളത് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ ഇത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ക്യാൻഡിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് യെല്ലോ കളറിലുള്ള ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉള്ള നല്ല ഒരു ക്യാൻഡിലാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 299 ആണ്. അപ്പോൾ ഇത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പം തന്നെ കാണാനും വീട്ടിനൊരു ഭംഗിയാണ്. ഇത് കത്തിച്ച് വെച്ച് കഴിയുമ്പം നല്ലൊരു സ്മെല്ലൊക്കെയാണ് വീട്ടിൽ കേട്ടോ. രാവിലെ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് കഴിയുമ്പം വീട്ടിലിരിക്കുന്ന നമ്മുടെ മനസ്സിന് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് കണ്ട് ഞാൻ ക്യാൻഡിൽസൊക്കെ വാങ്ങിച്ച് അല്ലെ തിരികളും ഒക്കെ വാങ്ങിച്ച് കത്തിച്ച് വെക്കാറുണ്ട്. വീടെപ്പോഴും നല്ല സ്മെല്ലായിട്ടിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്തത് വാങ്ങിച്ചേക്കുന്നത് എൻ്റെ ഈ കാണുന്ന ഓയിൽ ക്യാനാണ്. സത്യത്തിൽ ഓയിൽ ഒഴിച്ച് വെക്കാനൊന്നും അല്ല, ഈ ജാറ് കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫിഷിൻ്റെ മോഡലുള്ള ഒരു ക്യാപ്പാണ്. ഇതിന് അതുപോലെ തന്നെ ഒത്തിരി റേഞ്ച് ഒന്നുമില്ല. ഇതിന് 89 റുപ്പീസേ ഉള്ളൂ. അപ്പം ഇത് കളറും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചൊരു ഓയിൽ ക്യാനാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഈ കാണുന്ന ഗ്രിൽ പാനാണ് കേട്ടോ. അപ്പം ഡൈകാസ്റ്റിൻ്റെ ഗ്രിൽ പാനാണ്. ഹോം സെൻറ്ററിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ പല സൈസിലുള്ള പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മീഡിയം സൈസിലുള്ള ഒരു പാനാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1299 ആണ് കേട്ടോ ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പം ഇതും ഞാൻ അവിടുന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. അടുത്തതായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ 2-3 മാറ്റാണ്. അപ്പം ഇത് സത്യത്തിൽ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചല്ല കേട്ടോ. ഹോം സെൻറ്ററിൽ മാറ്റിനൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള മാറ്റുകളാണ് അവിടെ ഇരുന്നത്. അപ്പം ഞാൻ അടുത്ത ഷോപ്പ് സ്പാറിൽ കയറിയപ്പം അവിടെ മാറ്റിയിരിക്കുന്ന കണ്ടപ്പം ഞാൻ വാങ്ങിച്ചതാണ്. ഇത് വേണ്ട ഈ കാണുന്നത് അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ ഉള്ള മാറ്റാണ്, ഡോർ മാറ്റാണ്. അപ്പം ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 50% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 120 റുപ്പീസ് ഉള്ളത് വെറും 60 റുപ്പീസിനാണ് ഞാനിങ്ങനെ ഈ കാണുന്ന 3 മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലത്തെ. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാറ്റായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ 3 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ അടുത്തത് ഞാൻ വാങ്ങിച്ചേക്കുന്ന ഈ കാണുന്ന ഒരു ബെഡ് സൈഡ് റണ്ണറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 599 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അത് ഓഫറിൽ എനിക്ക് 240 റുപ്പീസിന് കിട്ടിയതാണ്. അപ്പം അത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. അത്യാവശ്യം മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് അത്യാവശ്യം പിള്ളേരൊക്കെയുള്ള വീട്ടിൽ മാറ്റൊക്കെ എക്സ്ട്രാ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.